ഒരു ഉൾച്ചേർക്കപ്പെട്ട സമൂഹത്തിലേക്ക് എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട് ബീച്ചിൽ തുടക്കമായി. ഫെബ്രുവരി 1 വരെയാണ് ഫെസ്റ്റ് നടക്കുക. ഫെസ്റ്റിന്റെ 1ാം ദിവസം അക്കാദമിക് സെഷനുകൾ, കലാപരിപാടികൾ എന്നിവ നടന്നു. ഭിന്നശേഷി മേഖലയിലെ പ്രമുഖർ സെഷനുകളിൽ പങ്കെടുത്തു. NPRD ജനറൽ സെക്രട്ടറി മുരളീധരൻ വിശ്വനാഥൻ, ഭിന്നശേഷി അവകാശ പ്രവർത്തകൻ ശബരി എന്നിവർ സംസാരിച്ചു. ഡിസബിലിറ്റിയും ഏർലി ഇന്റർവെൻഷനും എന്ന വിഷയത്തിൽ നടന്ന സെഷൻ ഡോക്ടർ റോഷൻ ബിജിലി ഏകോപിപ്പിച്ചു. ഡോക്ടർ TP അഷറഫ്, ഡോക്ടർ റഫീഖ് അലി, ഡോക്ടർ ജോസ്ന, ഡോക്ടർ ബിനോയ് മാത്യു, ആബിദ ബീഗം എന്നിവർ പങ്കെടുത്തു. നിയമം, പോളിസി, ഡിസബിലിറ്റി, എന്താണ് റൈറ്റ്, ആരാണ് പേഴ്സൺ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ മുൻ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് കേശൻ, മുരളീധരൻ വിശ്വനാഥൻ, ഷീബ മുന്താസ് എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ AK അബ്ദുൽ ഹക്കീം ചർച്ച ഏകോപിപ്പിച്ചു. ഭിന്നശേഷി പ്രതിഭകളുടെ കലാവിരുന്ന്, പുസ്തക പ്രകാശനം, സിനിമാറ്റിക് ഡാൻസ്, മിമിക്രി, തണൽ സ്റ്റുഡൻസിന്റെ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോ എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ 28 മുതൽ കോട്ടയ്ക്കൽ പറമ്പിലങ്ങാടിയിൽ. ദുബായ്, ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സർറിയൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധതരം എന്റർടൈൻമെന്റുകൾ, ഗെയിമുകൾ, ഫാമിലി ഗെയിമുകൾ. 50 ദിവസം നീണ്ടുനിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ പ്രവേശനം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം. DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം. രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടയ്ക്കൽ.